അപ്പോൾ നമുക്ക് ഡൽഹിയിലേക്കൊന്ന് പോകണം. അവിടെ നമ്മുടെ MP മാരെല്ലാവരും ഒരുമിച്ചിരുന്ന് കളി കാണുന്നുണ്ടായിരുന്നല്ലോ. അവരിൽ ഭൂരിഭാഗം ആളുകളും അർജന്റീന ജയിക്കും എന്നുള്ളതായിരുന്നു. അപ്പൊ അവരുടെ നിരാശ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിന്റെയൊക്കെ നിരാശ എന്തായിരിക്കും? തോറ്റതിലായിരിക്കില്ല നിരാശ, കളി കണ്ടതിലായിരിക്കും നിരാശ. അതാണ് സത്യാവസ്ഥ. എന്താണ് അവിടെ MP മാർക്ക് പറയാനുള്ളത് എന്ന് കരുതാം. ലോകകപ്പിന് ആവേശം കഴിഞ്ഞിരിക്കുന്നു. സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇപ്പോൾ സന്തോഷ് കുമാർ MP ചേരുന്നു. കടുത്ത അർജന്റീന ആരാധകനാണ്. പക്ഷേ ടീം അല്ല, അർജന്റീന ആരാധന ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷെ ഇന്ന് വളരെ പുവർ പെർഫോമൻസ് ആയിരുന്നു. അർജന്റീനയും മെസ്സിയും ഈ ലോകകപ്പിൽ ഇത്ര ഒരു ബോറൻ കളി കളിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും സ്പെയിൻ അർഹിക്കുന്ന വിജയമാണ്. ആ മാർട്ടിനസ് എന്ന് പറയുന്ന മഹാനായ ഗോളി ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളിന് തോറ്റുപോകുകയായിരുന്നു. ശ്രദ്ധേയമോ ആവേശം പകരുന്നതുമായ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടായില്ല. പിന്നെ ഒരു പ്രതിഭയുടെ മിന്നലാട്ടം എന്നൊക്കെ പറയാവുന്നത് അവസാന തല മിനിറ്റുകളിൽ കാണിച്ചു. അതൊന്നും സ്പെയിനിനെ പോലും ടീമിനെടുക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്ന് എല്ലാ അർത്ഥത്തിലും ഒരു പരാജയമായി പോയി ടീം. അതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ദുഃഖിച്ചിരുന്നും കാര്യമില്ല. കളി പത്താളെ വെച്ച് പിടിച്ചു അവസാനം. അല്ല, പത്താളിലേക്ക് എത്തുന്ന പ്രശ്നം ഞാൻ അർജന്റീന കടുത്ത ആരാധനയാണ് മറച്ചു വെക്കുന്നില്ല. പക്ഷേ റഫറിങ്ങിനകത്ത് രണ്ടാമത്തെ ആ ചോപ്പ് കാർഡ് കൊടുക്കുന്ന ആ മഞ്ഞക്കാടുണ്ടല്ലോ, രണ്ടാമത്തെ സെക്കൻഡ് മഞ്ഞക്കാടൊക്കെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ എന്നാലും കൂടുതൽ ഗോളിന് തോക്കേണ്ടതായിരുന്നു. മാർട്ടിനസിന്റെ അത്ഭുതകരമായ പ്രകടനം മാനം കാത്തു എന്ന് പറയാം. ലളിതമായി പറയണല്ലേ, നന്നായി കളിച്ചില്ല, അതുകൊണ്ട് തോറ്റു. ആദ്യം മുതൽ നിരാശയായിരുന്നോ? ആദ്യം മുതൽ നമ്മൾ മെസ്സിയും സംഘത്തിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസും കണ്ടില്ല. നിരാശയായിരുന്നു. പക്ഷെ അവസാനമെങ്കിലും ഒരു മാജിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് കരുതി. മെസ്സി എവിടെയായിരുന്നു ഗ്രൗണ്ടിൽ? ഒന്നും പറയാനില്ല. തോറ്റു, നന്നായി തോറ്റു, സമ്മതിക്കുന്നു, നന്നായി തോറ്റു എന്ന് മാത്രമേ പറയാനുള്ളൂ. ടീച്ചർ കൂടെ, ശ്രീമതി ടീച്ചർ കൂടെ സ്പെയിൻ ജയിക്കുന്നതായിരുന്നു ജയിച്ചു. ഞാൻ മാത്രല്ലേ അത് പറഞ്ഞുള്ളൂ. ഒറ്റക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ആള് കൂടി ആയിട്ടും എന്റെ ഒന്നിച്ചിരുന്ന മെമ്പർമാരും എന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അടക്കം അർജന്റീന ജയിക്കും എന്ന പ്രവചനമാണ് നടത്തിയത്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ അർജന്റീനയുടെ ഭാഗത്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. പക്ഷെ ഈ വേൾഡ് കപ്പിൽ അവരുടെ കളി കണ്ടപ്പോൾ അവർക്ക് ജയിക്കാൻ സാധ്യതയില്ലെന്നും സ്പെയിനാണ് ജയിക്കുക എന്ന് എന്റെ മനസ്സ് പറയുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്. നല്ല കളിയാണ്. അർജന്റീന എവിടെ എത്തിയില്ല, ഒന്നുമില്ല. ഏറ്റവും നന്നായിട്ട് സ്പെയിൻ ഓരോ തവണ അവരുടെ കാലിലേക്ക് പന്ത് വന്നപ്പോഴും ആ പന്തിന്റെ കാലടക്കം, അത് കൈയടക്കം എന്ന് പറയുന്ന പോലെ കാലടക്കം, അത് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവരുടെ ഒന്നിച്ചുള്ള ടീമിന് മാത്രം വിട്ടുകൊടുക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ MAVB സഖാവോട് ചേരുന്നുണ്ട്. സഖാവേ, തോറ്റു. ഇന്ന് മികച്ച കളി പുറത്തെടുത്തത് സ്പെയിനാണ്. ഇന്നത്തെ ജയം സ്പെയിൻ അർഹതപ്പെട്ടതാണ്. പക്ഷേ ഈ ഒരു ഗോളിന് മാത്രമല്ലേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യത കുറവാണ്. കാര്യം ഫിനിഷിങ് അവർക്ക് കഴിഞ്ഞില്ല. ഇന്നത്തെ താരം യഥാർത്ഥത്തിൽ എമിലിയാനോ മാർട്ടിനസ് ആണ്. അർജന്റീനയുടെ ഗോൾ കീപ്പറാണ് ഇന്നത്തെ താരം. അവസാന നിമിഷത്തിൽ ഒരു അത്ഭുതമാണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ കളിയിലോ നിമിഷം ഗോളടിക്കാനുള്ള സാധ്യതകൾ അർജന്റീന സൃഷ്ടിച്ചു. പക്ഷെ അത് അവസാനത്തെ 10 മിനിറ്റ് വേണ്ടി അവർ കാത്തിരിക്കാൻ പാടില്ലായിരുന്നു. ഇടയിൽ നിന്ന് 10 ആളായി ചുരുങ്ങി. 10 ആളായി ചുരുങ്ങിയത് അത് പിന്നെ അവര് കരുതലെടുക്കേണ്ടതായിരുന്നു. ഒരു യെല്ലോ കാർഡ് കിട്ടിയ അയാളെ പിൻവലിച്ച് വേറൊരു കളിക്കാരനെ ഇറക്കേണ്ടതായിരുന്നു. അതിന്റെ കോച്ചിന്റെ കൂടി ശ്രദ്ധക്കുറവാണ്. അവസാന ഘട്ടത്തിൽ ഈ ഒരു ഗോൾ അടിക്കാൻ സ്പെയിനിന് സാഹചര്യം ഒരുക്കിയത് അർജന്റീനയുടെ ഭാഗത്ത് 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു ഘടകം കൂടിയാണ്. ഈ സീസണോടുകൂടി മെസ്സി അവസാനിപ്പിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. മെസ്സി യഥാർത്ഥത്തിൽ 39 വയസ്സായി. 3 ലോകകപ്പുകളുടെ ഫൈനലിലെത്തി. ഒരു ഫൈനൽ ജയിച്ചു. ഇതും ഒരു ഫൈനലിസിമോ ആണ്. മുമ്പ് നടന്ന ഫൈനലിസിമോ മെസ്സി ജയിച്ചു. ഒളിമ്പിക് ഗോൾഡ് നേടി. അപ്പം എല്ലാ നേട്ടങ്ങളും കൈവരിച്ചു കഴിഞ്ഞ മെസ്സി ഇനി പുതിയൊരു തലമുറയെ വളർത്തിയെടുക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രേമേന്ദ്രൻ MP കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒടുവിൽ അർജന്റീന തോൽവി സമ്മതിച്ചു. അർജന്റീന സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഏകപക്ഷീയ മത്സരമാണ് നടന്നത്. അവസാനത്തെ എക്സ്ട്രാ ടൈമിലെ 10 മിനിറ്റ് നേരം അർജന്റീന കളിച്ചു എന്ന് ഒഴിച്ചാൽ പൂർണ്ണമായും പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇവരുടെ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു കളിയും
ഒരു മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞില്ല. വലിയ നിരാശയാണ്. എല്ലാവർക്കും ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അർജന്റീനയുടെ കളി മറന്ന അർജന്റീനയുടെ അവർ വിളിച്ചു വരുത്തിയ പരാജയമാണ്